ത്രെഡ് ആപ്പ് നിലവിൽ വന്നതിൽ പിന്നെ ആപ്പിൽ സൈനപ്പ് ചെയ്യുന്ന ഉപയോക്താക്കളുടെ എണ്ണം ദിവസം കഴിയും തോറും വർദ്ധിച്ചു വരികയാണ്. 2.35 മില്യണിലധികം പ്രതിമാസ സജീവ ഉപയോക്താക്കളുള്ള ഇൻസ്റ്റാഗ്രാമുമായി മെറ്റാ സേവനം ബന്ധിപ്പിച്ചതിനാലാണ് ത്രെഡിന് ഇത്രയധികം ഉപയോക്താക്കളെ സമ്പാദിക്കാൻ കഴിഞ്ഞതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ത്രെഡിൽ സൈനപ്പ് ചെയ്യുന്ന ഉപയോക്താക്കളെ സൂചിപ്പിക്കുവാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു താൽക്കാലിക അക്കൗണ്ട് നമ്പറുകളും നൽകുന്നുണ്ട്. ഈ നമ്പറുകൾ കാലക്രമത്തിൽ ഉപയോക്താക്കൾക്ക് നൽകും. ഇങ്ങനെ നമ്പറുകൾ നൽകുന്നതിലൂടെ ത്രെഡിൽ എത്ര ഉപയോക്താക്കൾ സൈനപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയുവാൻ ഇത് സഹായിക്കുന്നതാണ്. എന്നാൽ ഈ ത്രെഡ് ആപ്പ് ഇൻസ്റ്റാഗ്രാമുമായി ലിങ്ക് ചെയ്തിരിക്കുന്നതാണ്. അതിനാൽ തന്നെ ത്രെഡ് ആപ്പ് ഡിലീറ്റ് ചെയ്താൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഡിലീറ്റ് ആയി പോകും. ഇൻസ്റ്റാഗ്രാം മേധാവി ആദം മൊസേരി പറയുന്നതനുസരിച്ച് ആളുകളുടെ ത്രെഡ്സ് അക്കൗണ്ടും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും വേറെ വേറെയാക്കാനുള്ള പ്രവർത്തനത്തിലാണ് കമ്പനി. ത്രെഡ് ആപ്പിൽ ചേർന്ന ഉപയോക്താക്കളുടെ എണ്ണത്തിൽ കമ്പനി റെക്കോർഡിട്ടെങ്കിലും എത്ര പേർ ആപ്പിൽ സജീവമാകുന്നു എന്ന കാര്യം കണ്ടറിയേണ്ടത് തന്നെയാണ്. മാത്രമല്ല, ട്വിറ്ററിന് സമാനമായ ആപ്പാണ് ത്രെഡ് ആപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിലും ട്വിറ്ററിലുള്ള പല ഫീച്ചറുകളും ത്രെഡ് ആപ്പിൽ ലഭ്യമല്ല. ട്വിറ്ററിലേതുപോലെ പേഴ്സണൽ മെസ്സേജ് അയക്കാനോ ഹാഷ്ടാഗ് ഉപയോഗിച്ച് സെർച്ച് ചെയ്യാനോ ഒന്നും ത്രെഡ് ആപ്പിൽ സാധിക്കില്ല. കൂടാതെ ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴി ആൻഡ്രോയിഡിലെ ത്രെഡ്സ് ആപ്പിന്റെ ബീറ്റ പതിപ്പ് പരീക്ഷിക്കാനുമാവില്ല. എന്നിരുന്നാൽ കൂടിയും ട്വിറ്ററിനെ എതിരിടാനായി മെറ്റ അവതരിപ്പിച്ച പുതിയ ആപ്പാണ് ത്രെഡ്സ് എന്ന് പറയുന്നത്. ലോഞ്ചിങ്ങിന് ശേഷം ഏതാനും മണിക്കൂറിനുള്ളിൽ തന്നെ 5 ദശലക്ഷം പേരാണ് ത്രെഡ്സിന്റെ ഭാഗമായത്. ആദ്യ 2 മണിക്കൂറിനുള്ളിൽ 2 ദശലക്ഷം പേർ ത്രെഡ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് മെറ്റ സിഇഒ പോസ്റ്റും ചെയ്തിരുന്നു. നമുക്കറിയാം, പ്രതിസന്ധി നേരിടുന്ന ട്വിറ്ററിൽ നിന്ന് ഉപയോക്താക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുന്ന അവസരം നോക്കിയാണ് ഇൻസ്റ്റാഗ്രാം ത്രെഡ്സ് എന്ന പുതിയ ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ചിത്രങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നതെങ്കിൽ ത്രെഡ്സിൽ വാക്കുകൾക്കും എഴുത്തുകൾക്കുമാണ് പ്രാധാന്യം നൽകുന്നത്.